ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു ശർക്കര ചോറ് ഉണ്ടാക്കുന്നത് കണ്ടാലോ? അതിനായി ആദ്യം തന്നെ ഞാൻ കുറച്ച് അരി എടുത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചു. ഒരു 2 വിസിൽ മതിയാകും കേട്ടോ. ഈ ഒരു സമയം ഞാൻ അതിലേക്ക് ആവശ്യമായതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ. അതായത് ഒരു അരക്കപ്പ് തേങ്ങയും 2 ശർക്കര ആണിയും എടുത്തു. പിന്നീട് അതിലേക്ക് ആവശ്യമായ ഏലക്കായയാണ് എടുത്തിട്ടുള്ളത്. ഒരു 6ഓളം ഏലക്കായാണ് ഞാനിവിടെ എടുക്കുന്നത്. അതൊന്ന് നന്നായി ചതച്ചെടുക്കാം. ചതച്ചെടുത്ത ഏലക്കായ തൽക്കാലം നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും അരിയെല്ലാം നന്നായി വെന്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരുന്ന ശർക്കര പൊടിച്ച് അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി. ശർക്കര നന്നായി മെൽറ്റായി എന്ന് കണ്ടപ്പോൾ ഞാൻ നേരത്തെ ചിരവി വെച്ചിരുന്ന തേങ്ങ അതിലോട്ട് ചേർത്തു. അതും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. ഇനിയാണ് ഇതിലെ പ്രധാന താരം കടന്നു വരുന്നത്. നമ്മുടെ സുഗന്ധരാജാവേ, നമ്മുടെ ഏലക്കായ അതിങ്ങെടുത്ത് അതിലേക്ക് നന്നായി തട്ടി നന്നായി യോജിപ്പിച്ചു. ശർക്കര ചോറുണ്ടാക്കുക എന്നത് അമ്മയുടെ പ്ലാനായിരുന്നു കേട്ടോ. പിന്നീട് ഞാനതങ്ങ് ഏറ്റെടുത്തു. ഇതെൻ്റെ ഫൈനൽ പാർട്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയാണെന്ന്. ഇത് കണ്ടിട്ട് ആരും കൊതി വിട്ടേക്കല്ലേ. അങ്ങനെ നമ്മുടെ ശർക്കര ചോറിൻ്റെ പരിപാടി അങ്ങ് തീർന്നു. ഇതുവരെ ശർക്കര ചോറ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പനിങ്ങനെ പരിപാടി കഴിക്കാൻ തുടങ്ങല്ലേ? ഞാൻ നിന്റെ കാര്യം മറന്നുപോയി. നീ വലുത് കഴിച്ചായിരുന്നോ? ഇല്ലില്ല, കഴിച്ചില്ല. ഓ, ആമ്പിള്ളേർ ഈ പ്രായത്തിൽ വിശന്നിരിക്കാൻ പാടില്ല. ആണല്ലേ? വീട്ടിൽ പോയി വല്ല കഴിക്കാൻ നോക്കടാ. മനുഷ്യനെ തിന്നാൻ മാട്ടിലാക്കി നോക്കി